സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗിരീഷ് ആണെങ്കിൽ ഒരു വിധത്തിൽ ദേഷ്യക്കാരിയായ രജനിയെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഗിരീഷിൻ്റെ പാട്ടിലും സ്നേഹപ്രകടനത്തിലും ശരിക്കും രജനി വീണെന്ന് തന്നെ പറയാം. അതേസമയം ഗൗരിയാണെങ്കിൽ നമ്മുടെ ഭാർഗവി ആൻറ്റിയോട് ചോദിക്കുന്നുണ്ട്, ഋഷിയെ കാണാതായ കാര്യം സത്യമാണെന്ന് തോന്നുന്നു. സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഗണപതി അമ്പലത്തിൽ തേങ്ങ ഉടച്ചേക്കാം. ഒരിക്കലും അത് സത്യമാകില്ല. പ്രഭാവതി കുഞ്ഞിനെയും ചന്ദ്രോത്ത് വീട്ടുകാരെയും തകർക്കാൻ വേണ്ടിയിട്ട് അമ്മയും മോനും കൂടി ചേർന്ന് നടത്തുന്ന നാടകമാണെന്നാണ് ഭാർഗവിയുടെ വാദം. എങ്കിലും ഋഷി ഇതെവിടെ പോയി കാണും? ആ കേസ് അന്വേഷണം എന്തായാലും ചന്ദ്രോത്ത് വീട്ടിൽ തന്നെ എത്തത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ചന്ദ്രോത്ത് വീട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വീണ്ടും അവരായിട്ടുണ്ടാക്കുവാണെങ്കിൽ അമ്മയും മോനെയും ഞാൻ വെച്ചേക്കില്ലെന്നൊക്കെ ഭാർഗവിയാണെങ്കിൽ കലി തുള്ളുന്നുണ്ട്. എന്തായാലും നന്ദൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായി മാറുകയാണ്. ചന്ദ്രോത്ത് വീട്ടിൽ ഋഷിയുടെ കേസന്വേഷണം വന്നെത്തിയിരിക്കുന്നു. ഋഷിയെ കാണാതായതിൻ്റെ പേരിൽ അരുന്ധതി മേഡം കംപ്ലൈൻറ്റ് കൊടുക്കുമ്പം ഉറ്റ സുഹൃത്തുക്കളെ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശത്രുക്കളുടെ ഡീറ്റെയിൽസ് അറിയുന്ന അവർക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ചന്ദ്രോത്ത് വീട്ടുകാരും പ്രത്യേകിച്ച് പ്രഭാവതി മേഡവും ഋഷിയും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല. ഋഷിയുടെ പ്രൊഫസർ തന്നെയാണ് പ്രഭാവതി. അങ്ങനെയുണ്ടായ ചില പ്രശ്നങ്ങളിൽ ബദ്ധശത്രുക്കളാണെന്നും കുറേ വർഷം ഋഷിയുടെ ജീവിതം താളം തെറ്റാൻ തന്നെ കാരണക്കാരി പ്രഭാവതിയാണ്. അതിൻ്റെ വൈരാഗ്യം ഋഷിക്ക് അവരോടുണ്ടായിരുന്നു. അടുത്തിടയ്ക്ക് തന്നെ ക്ഷേത്രത്തിൽ വെച്ചുണ്ടായ ആ ഒരു ഇൻസിഡൻറ്റും എല്ലാം സ്റ്റേഷനെ അറിയുന്ന സ്ഥിതിക്ക് ചന്ദ്രോത്ത് വീട്ടിൽ ഇതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പം നന്ദൻ്റെ പെരുമാറ്റത്തിൽ തീർച്ചയായിട്ടും അവർക്ക് സംശയം തോന്നുന്നുണ്ട്. നന്ദനോട് ചോദിക്കുന്നുണ്ട്, ഋഷിയും നന്ദനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരിക്കലും ഇല്ല. അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്? നന്ദൻ എന്താ വിയർക്കുന്നത്? അത് സാറിന് തോന്നുന്നതാ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. എങ്കിൽ നാളെ ഓഫീസിലേക്കൊന്ന് വരാമോ? കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നന്ദൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം പ്രഭാവതി അങ്ങോട്ട് വന്ന് ചോദിക്കുന്നു, എന്താ സാർ, എന്താ പ്രശ്നം? ഒന്നുമില്ല മേഡം. ഋഷിയെ കാണാതായ വിവരം അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നന്ദനും ഋഷിയുമായിട്ട് എന്തൊക്കെയോ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് കൂട്ടുകാർ പറഞ്ഞിരുന്നു. അതിൻ്റെ പേര് ഒന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാ എന്ന് പറയുമ്പോൾ പ്രഭാവതി ആകെ ഷോക്കാകുന്നു. അതിനൊക്കെ മുമ്പേ തന്നെ പ്രഭാവതി ദേവിയേക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഋഷിയുടെ വിഷയം ദേവിയായിട്ട് കുത്തിപ്പൊക്കണ്ടെന്ന്. കാരണം ദേവിയായിട്ട് തന്നെ ഈ കേസന്വേഷണത്തിന് കൂടുതൽ പ്രോത്സാഹനം കൊടുത്തു കഴിഞ്ഞാൽ കേസന്വേഷണം എന്തു പറഞ്ഞാലും ചന്ദ്രോത്ത് വീട്ടിൽ തന്നെ എത്തിപ്പറ്റുമെന്ന് പ്രഭാവതിക്ക് നല്ല ഉറപ്പുണ്ട്. പ്രഭാവതിയായിട്ടുള്ള ഇഷ്യൂവും പിന്നെ നന്ദനുമായിട്ടുള്ള ഇഷ്യൂ, സിദ്ധാർത്ഥൻ സാറുമായിട്ടുള്ള ഇഷ്യൂ, അങ്ങനെ എല്ലാ കാര്യങ്ങളും പുറത്തു വരും. അതുകൊണ്ട് മോളിത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ടെന്ന് പറയുമ്പം ഞാനൊരു MLA അല്ലേ അമ്മ, നമ്മുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ ഇടപെട്ടല്ലേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ പ്രഭാവതിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ദേവി പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് അറിയാം. എന്തൊക്കെ പറഞ്ഞാലും ദേവിക്ക് വാണിംഗ് കൊടുത്തെങ്കിലും അതുപോലെ തന്നെ കാര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നു. ദേവിയും എല്ലാവരും കൂടി ചേർന്ന് കേസ് കൊടുക്കുകയും അതൊരു വലിയ വിഷയമാകുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ചന്ദ്രോത്ത് വീട്ടിൽ തന്നെ ഋഷിയെ കാണാതായതിൻ്റെ കേസന്വേഷണം വരുന്ന സമയത്ത് അതും ഒരു വാർത്തയായിട്ട് മാറുന്നു. നന്ദനെ സംബന്ധിച്ച് തറപ്പിച്ചൊന്ന് നോക്കി ചോദ്യം ചെയ്താൽ പോലും നന്ദൻ എല്ലാ കാര്യങ്ങളും സ്വയമേ ഏൽക്കുന്ന ആ ഒരു അവസ്ഥയിലാണ്. മനസ്സിൻ്റെ പിടിവിട്ട് നിൽക്കുന്ന സമയത്ത് നടന്ന കാര്യങ്ങളൊക്കെ എന്തായാലും നന്ദൻ തുറന്നു പറയുന്നതായിരിക്കും. അതിനുശേഷം ചന്ദ്രോത്ത് വീട്ടിൽ അറസ്റ്റും ബഹളമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് MLAയുടെ ഭർത്താവ് കൊലക്കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത സഹിക്കാനാകാതെ MLA എന്ന പദവി തന്നെ രാജിവെക്കേണ്ടി വരുമോ നമ്മുടെ ദേവിയേക്ക്? മാത്രമല്ല അരുന്ധതിയുടെ ചോദ്യത്തിനു മുമ്പിലും അരുന്ധതിയുടെ സങ്കടത്തിനു മുമ്പിലും ആരോട് ഇനി പ്രായച്ചിത്തം ചെയ്യും? ആരുടെ പകരം പറയാൻ പറ്റും? ആകെ ധർമ്മസങ്കടത്തിലായെന്ന് തന്നെ പറയാം. ഋഷിയെ കാണാതായതിൻ്റെ പേരിലുള്ള കേസ് നന്ദൻ്റെ മേൽ വന്നു ചേരുവാണെങ്കിൽ കൂട്ടുപ്രതി എന്നുള്ള രൂപത്തിന് കെവിനും കൂട്ടുകാരും ഒക്കെ അകത്താകും എന്ന് കരുതി കെവിനും കൂട്ടുകാരും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇനി എന്തൊക്കെ നാടകങ്ങൾ കളിക്കാൻ പോകുന്നു. ഇനി ഋഷി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അധികം താമസിക്കാതെ ആ സത്യം നമ്മുടെ മുരളിയും ഗിരീഷും എല്ലാവരും കൂടി ചേർന്ന് കണ്ടുപിടിക്കുമോ? നമ്മുടെ കെവിൻ്റെ കള്ളക്കളി അധികം താമസിക്കാതെ പുറത്തു കൊണ്ടുവരുമായിരിക്കും. ഭാർഗവി പറഞ്ഞതുപോലെ ഇത് പ്രഭാവതിയെയും കുടുംബത്തെയും തകർക്കാൻ വേണ്ടിയിട്ട് ഋഷി കരുതിക്കൂട്ടി ഉണ്ടാക്കിയ നാടകത്തിൽ നമ്മുടെ നന്ദൻ അബദ്ധത്തിൽ ചെന്ന് പെട്ടെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും ക്ഷേത്രത്തിലുണ്ടായ ആ വിഷയം, അമ്മയുടെ കണ്ണീരും എല്ലാം കണ്ട് മനസ്സ് തകർന്ന് ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്താണ് നന്ദനാണെങ്കിൽ ഋഷിയെ കണ്ടുമുട്ടുന്നത്. ആ സമയത്തുണ്ടായ അബദ്ധമാണ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുത്തി തീർത്തതും. ഇപ്പോഴും നന്ദൻ കരുതിയിരിക്കുന്നത് തൻ്റെ ഒറ്റയടിയിൽ ഋഷി മരണപ്പെട്ടു എന്നാണ്. ഋഷിക്ക് സാരമായ അത്ര വലിയ പരിക്കൊന്നുമില്ല, നിസാര പരിക്കായിരുന്നു. ശ്വാസം മുട്ടലുണ്ടായതുകൊണ്ട് അങ്ങനെ മരണപ്പെട്ടു എന്നാണ് കൂട്ടുകാരും പറഞ്ഞിരിക്കുന്നത്. പിന്നീട് സത്യം പറഞ്ഞ നന്ദനാണെങ്കിൽ ആ വീട്ടിലേക്ക് പോയിട്ടോ
നന്ദനെ എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നന്ദൻ എന്തു പറ്റിയെന്ന് കാണാനൊന്നും പോയിട്ടില്ല. കെവിനും കൂട്ടുകാരും പറഞ്ഞറിവ് മാത്രമേ ഉള്ളൂ. സത്യം എന്തായാലും അധികം താമസിക്കാതെ പുറത്തു കൊണ്ടുവരും. കേസന്വേഷണവും മറ്റുമൊക്കെ ആയ സ്ഥിതിക്ക് അധികം താമസിക്കാതെ തന്നെ പുറത്തു വരുമെങ്കിലും നന്ദൻ അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അനുഭവിച്ചു തന്നെയാണ് ഇപ്പം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്.